സാധാരണക്കാരായ മാതാപിതാക്കളുടെ 2 പെൺമക്കളിൽ ഒരാളായിരുന്നു ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി. പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മക്കളുടെ നല്ല ഭാവി സ്വപ്നം കണ്ട ആ കുടുംബത്തിലേക്ക് വിനാശകരമായ ഒരു ബന്ധം കടന്നുവരുന്നത് 2 ആഴ്ച മുമ്പാണ്. പ്രതിയായ 16 വയസ്സുകാരനുമായി കുട്ടി സൗഹൃദത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ കുടുംബം ജാഗ്രത പാലിച്ചിരുന്നു. ലഹരിയുടെ ഉപയോഗവും മോശം സ്വഭാവവുമുള്ള ആ പയ്യനിൽ നിന്ന് മകളെ രക്ഷിക്കാൻ അവർ പോലീസിന്റെ സഹായം തേടുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചയിൽ മേലിൽ കുട്ടിയെ ശല്യം ചെയ്യില്ലെന്ന് ഉറപ്പു നൽകിയാണ് പ്രതി അന്ന് മടങ്ങിയത്. എന്നാൽ ആ മടക്കയാത്രയിൽ അയാൾ നൽകിയ ഭീഷണി വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയായിരുന്നു. ഇനി അവൾ മറ്റാരുടെയെങ്കിലും അടുത്തേക്ക് പോകുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അത് എൻ്റെ തലയിൽ ഇടരുത് എന്ന അയാളുടെ വാക്കുകൾ കൃത്യമായ ആസൂത്രണം ആ മനസ്സിൽ നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണ്. സ്കൂളിലേക്ക് പോയ കുട്ടി വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടും വീട്ടിൽ മടങ്ങിയെത്താത്തത് കൊണ്ടാണ് കുടുംബം പരിഭ്രാന്തിയിലായത്. കുട്ടിയുടെ ഫോണിൽ നിന്ന് അമ്മയ്ക്ക് ലഭിച്ച അവസാന സന്ദേശം വീട്ടിലെത്താൻ വൈകുമെന്നായിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി. രാത്രി മുഴുവൻ നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം തെറ്റായ വിവരങ്ങൾ നൽകി വഴി തിരിച്ചുവിടാൻ പ്രതി ശ്രമിച്ചിരുന്നു. ഒടുവിൽ പുലർച്ചെയോടെയാണ് താൻ നടത്തിയ ക്രൂരകൃത്യം ഈ പയ്യൻ സമ്മതിച്ചത്. വാണിയമ്പലത്തിനടുത്തുള്ള വിജനമായ ഒരു കുന്നിൻപുറത്താണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുറ്റിക്കാടുകൾ നിറഞ്ഞ് കയറാൻ പ്രയാസമുള്ള ആ സ്ഥലത്തേക്ക് ഒരു 14 വയസ്സുകാരിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പ്രതിക്ക് സാധിക്കുമോ എന്ന സംശയം ഇന്നും നിലനിൽക്കുന്നു. ലഹരിക്ക് അടിമയായ ഈ കൗമാരക്കാരൻ ഒറ്റക്കല്ല ഈ കൊടും ക്രൂരത ചെയ്തതെന്നും ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സംഭവം നമ്മോട് ചില കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. കൗമാരപ്രായക്കാരിലെ ലഹരി ഉപയോഗം അവരെ എത്രമാത്രം അക്രമാസക്തരാക്കുന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണമാണിത്. പ്രണയത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇത്തരം ഭീഷണികളെ തിരിച്ചറിയാൻ പെൺകുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സാധിക്കണം. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ വഴിയും കുട്ടികൾ ആരൊക്കെയായി ബന്ധപ്പെടുന്നു എന്നതിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ അനിവാര്യമായ സാഹചര്യമാണിത്. ഒരു പിഞ്ചു ജീവന്റെ ദാരുണമായ അന്ത്യം മറ്റൊരു നിയമ പോരാട്ടമായി മാത്രം അവസാനിക്കരുത്. കൗമാരപ്രായക്കാർക്കിടയിലെ ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ മനോഭാവവും തടയാൻ കർശനമായ നടപടികൾ ഉണ്ടാകണം. എൻ്റേതല്ലെങ്കിൽ മറ്റാരുടേതുമാകാൻ പാടില്ല എന്ന വികലമായ ചിന്താഗതികൾ തിരുത്തപ്പെടണം. ഈ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മകൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഈ കുടുംബം ഈ പയ്യനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. നാട്ടിൽ ആർക്കും നല്ല അഭിപ്രായമില്ലാത്ത ഒരാളുമായുള്ള സൗഹൃദ ബന്ധം വിട്ടുകളയാൻ പെൺകുട്ടിയും തയ്യാറായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ 16കാരൻ്റെ മനസ്സിൽ പകയായി നീറിക്കൊണ്ടിരുന്നത് ആരും അറിഞ്ഞില്ല. കൂടാതെ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യുവാൻ ഈ പയ്യൻ തുനിയും എന്നുള്ള ഒരു ധാരണയും ആർക്കുമില്ലായിരുന്നു. ഇനിയൊരു പൊന്നുമക്കൾക്കും ഇത്തരമൊരു സാഹചര്യം വരാതിരിക്കട്ടെ. തീർച്ചയായും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ തന്നെ നമ്മൾ ചെലുത്തേണ്ടതുണ്ട്. ഒരു 2 ആഴ്ച മുന്നേ ഈ ഒരു കുട്ടീനായിട്ട് ചെറിയ റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ പയ്യൻ ഇപ്പൊ പ്രതിന്ന് സംശയിക്കുന്ന പയ്യനെ ചെറിയൊരു ലഹരിയുടെ ഉപയോഗം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് കുടുംബം സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും അവിടുന്ന് ഒരു സ്റ്റേഷനിൽ സാറന്മാരെ മധ്യസ്ഥതയിൽ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഒഴിവായതാണ്. അന്ന് തന്നെ ഈ പയ്യൻ കുട്ടീനെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി ഒന്നിനും ഉണ്ടാവില്ല, ഇനി ആൾക്ക് വേറെ ആരത്തേലും പോവുക എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ തലയിൽ ഇടരുത് എന്നൊക്കെ അന്ന് തന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.